ഒരുപാടധികം ഡെർമറ്റോളജിസ്റ്റിനെയും ഒരുപാടധികം മാർക്കറ്റിൽ വില കൂടിയ ക്രീംസ് മേടിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബ്ലെമിഷസിനും ഡാർക്ക് സ്പോട്സിനും അതുപോലെ തന്നെ മെലാസ്മയ്ക്കും യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. കാരണം ഒരുപാടധികം ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ് മെലാസ്മ, ഡാർക്ക് സ്പോട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു കാലത്ത് നിങ്ങൾക്ക് മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്ന് പലയധികം ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. കാരണം ഒരു മാസം ഞാൻ പറയുന്ന ഈ 3 കാര്യം നിങ്ങൾ ഒരു മാസം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മെലാസ്മ, ഡാർക്ക് സ്പോട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറി ഒരു ഈവൻ ടോൺ, നല്ല വെളുത്ത ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ വീഡിയോയിൽ പറയുന്ന ഈ 3 സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. നിങ്ങൾക്ക് വളരെയധികം രീതിയിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. നിങ്ങളുടെ മാറ്റം ഈ ഒരു കമന്റില് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഇതിൽ യാതൊരു നെഗറ്റീവ് കമന്റ്സും കാണത്തില്ല. ഇത് ഫോളോ ചെയ്യുന്ന, ഇത് പ്രോപ്പർ ആയിട്ട് ഒരു മാസം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം രീതിയിലുള്ള വ്യത്യാസവും ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിന്നിൽ വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെലാനിൻ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു ആപ്പിൾ എടുക്കുക. ഈ ഒരു ആപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ആപ്പിൾ കുറച്ചു നേരം നിങ്ങൾ പുറത്തേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അകത്ത് കുറച്ചധികം കറുത്ത പാടുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ആ ആപ്പിൾ കറുത്തിരിക്കും. അതിന്റെ കാരണം എന്താണ്? അത് ഓക്സിഡേഷൻ എന്നൊരു പ്രോസസ്സ് ഈ ആപ്പിളിൽ നടക്കുമ്പോഴാണ് ഈ നല്ല വെളുത്ത ആപ്പിൾ കറുത്ത ആപ്പിളിലേക്ക് പോകുന്നത്. അത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതേ സെയിം മെക്കാനിസം ആണ് നമ്മുടെ സ്കിന്നിൽ നടക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ ഒരുപാടധികം സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരുപാടധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പൊല്യൂഷനോ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്ത് പറ്റും? ഓക്സിഡേഷൻ സംഭവിക്കും. ഈ ഓക്സിഡേഷന്റെ ഫലമായിട്ട് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഈ ഇൻഫ്ലമേഷന്റെ ഫലമായിട്ട് സ്കിന്നിൽ ഒരുപാടധികം മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെലാനിൻ എന്ന് പറയുന്ന ആക്ച്വലി ഒരു സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. ഈ ഇൻഫ്ലമേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മെലാനിൻ പ്രൊഡക്ഷൻ. അപ്പൊ ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടിയിട്ട് എന്ത് പറ്റും? നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഈ മെലാനിൻ എന്ന് പറയുമ്പോൾ ഒരു കറുത്ത പിഗ്മെന്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ പിഗ്മെന്റ് ആണ്. ഈ ഡാർക്ക് പിഗ്മെന്റ് നമ്മുടെ സ്കിന്നിലെ സെൽസിൽ വന്നിട്ട് അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും മെലാസ്മയും ബ്ലെമിഷസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പൊ ഞാൻ ഇതിന് വളരെ ഈസി ആയിട്ട് ആപ്പിളിന്റെ കഥ വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ആപ്പിള് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ അകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ ആപ്പിൾ കുറെ നേരം പുറത്തിരുന്നാൽ ഈ കറുത്ത പാടുകൾ അതിന്റെ അകത്ത് ആപ്പിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താണ്? ഈ നാരങ്ങ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യും. ഇതേ സെയിം പ്രിൻസിപ്പിൾ ഞാൻ ഈ ഒരു സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങൾ ദിവസവും നിങ്ങൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. അതായത് ആന്റി ഓക്സിഡന്റ് കാരണമാണ്, നാരങ്ങയിലുള്ള ആന്റി ഓക്സിഡന്റ് കാരണമാണ് ആപ്പിൾ ഇപ്പം ബ്ലാക്ക് ആവാതിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കുക. ലെമൺ, അതായത് നാരങ്ങ, ആംല, അതായത് നെല്ലിക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ മാതള നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും, അത്, ആത്തിച്ചക്ക, ഇങ്ങനെയുള്ള പുളിപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. ഇതെല്ലാം വളരെയധികം രീതിയിൽ നിങ്ങളുടെ സ്കിന്നിലെ വൈറ്റമിൻ സി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എപ്പോഴും ഞാൻ നമ്മുടെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്, വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ കൊളാജൻ ഉണ്ടാവൂ. കൊളാജൻ കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്കിന്നില് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ കൊളാജൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ വൈറ്റമിൻ സി ആണ് ഈ കൊളാജൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കുക. ആന്റി ഓക്സിഡൻസ് കഴിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഈ സ്കിന്നില് നമുക്ക് ഈ പൊല്യൂഷനും, നമ്മൾ ഒരുപാട് ഷുഗർ കഴിക്കുമ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിൽ ഒരുപാടധികം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആന്റി ഓക്സിഡൻസിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിൽ ഒരുപാടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഫ്രീ റാഡിക്കൽസിന് ഈ ആന്റി ഓക്സിഡൻസ് പോയി വിഴുങ്ങും. അത് വിഴുങ്ങിയിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അതോടെ നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവത്തില്ല. നമ്മുടെ സ്കിന്ന് വളരെയധികം ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കും. നിങ്ങൾക്കറിയാം, ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചോട്ടാ സൈസിലുള്ള സാധനമാണെങ്കിലും ഞാൻ ഈ ഒരു നെല്ലിക്ക, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് ഈ ഒരു നെല്ലിക്കയെ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ബോംബാണ്, മിനറൽസിന്റെ ഒരു ബോംബ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരുപാടധികം രീതിയിലുള്ള വൈറ്റമിൻ സിയും കൂടാതെ തന്നെ ഒരുപാടധികം രീതിയിലുള്ള ആംലയിൽ ഒരുപാടധികം രീതിയിലുള്ള അയണും നമുക്ക് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഈ വൈറ്റമിൻ സിയുടെ ഒരു ബോംബ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാടധികം രീതിയിൽ സ്കിന്നിൽ കൊളാജൻ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത് നെല്ലിക്കയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട്. അതായത് തൈറോസിനേസിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം നമ്മുടെ ഈ ഒരു നെല്ലിക്കയിലുണ്ട്. ഈ തൈറോസിനേസ് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. തൈറോസിനേസ് എന്താണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം.
അതായത് തൈറോസിനേസ് ആണ് നമുക്ക് മെലാനിൻ ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻസൈം. അതായത് തൈറോസിനേസ് ഉണ്ടെങ്കിൽ മാത്രമേ മെലാനിൻ ഉണ്ടാവൂ. അപ്പോ ആംല അല്ലെങ്കിൽ നെല്ലിക്ക നിങ്ങൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ തൈറോസിനേസിനെ അവിടെ ബ്ലോക്ക് ചെയ്യും. തൈറോസിനേസിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് അവിടെ ഈ ഒരു മെലാനിൻ ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? പിഗ്മെന്റേഷൻ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ കരിമാങ്കല്യം, മെലാസ്മ പോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇതിൽ നിങ്ങൾക്ക് രക്ഷ നേടാം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക കഴിക്കാൻ പറയുമ്പോൾ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക നിങ്ങൾ കഴിക്കുക. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ കഴിക്കട്ടെ. എല്ലാ ദിവസവും ഒരെണ്ണം നിങ്ങൾ കഴിക്കുക. മിനിമം നിങ്ങൾ ഒരെണ്ണം കഴിക്കുക, മാക്സിമം ഒരു 3 കഴിക്കുക. ഇനി ഈ പച്ചക്കൊന്നും കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 3 നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്ക എടുക്കുക. ഇതിന്റെ അകത്തേക്ക് കുറച്ച് പച്ചമാങ്ങ എടുക്കുക. പച്ചമാങ്ങ നിങ്ങൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇടുക, കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള പിങ്ക് ഹിമാലയൻ സോൾട്ട് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉപ്പിടാം. ഇത് നിങ്ങൾ ഇടുക. എന്നിട്ട് കുറച്ച് ശർക്കര അതിന്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ, മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് കുടിക്കുക. വളരെയധികം രീതിയിലുള്ള റിഫ്രഷിങ്ങും വളരെയധികം ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണിത്. ഉലുവ നമുക്കറിയാം ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും കറി വെക്കുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും സാലഡ്സ് ഉണ്ടാക്കുമ്പോഴോ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ഈ ആംല കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക കട്ട് ചെയ്തിടാം. അപ്പൊ അത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഇലക്കറി ഉൾപ്പെടുത്തുക. അതായത് നമുക്ക് സ്പിനാച്ച് അല്ലെങ്കിൽ നമ്മുടെ ചീര അല്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില യൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ട് വെച്ചിട്ടുള്ള ഇലക്കറി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കാൻ നടക്കും. ഒരു ദിവസം നിങ്ങൾ ചീര, അടുത്ത ദിവസം നിങ്ങൾ മുരിങ്ങയില, അങ്ങനെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് മാതളം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാതളം കഴിക്കുക, വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്യാരറ്റ്, ബീട്രൂട്ട്. പിഗ്മെന്റേഷൻ മാറാൻ വളരെ നല്ലൊരു കാര്യമാണ് ക്യാരറ്റ്, ബീട്രൂട്ട്. അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മാസ്ക് ആണ്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി. നിങ്ങൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. ഇതിന്റെ അകത്തേക്ക്, അപ്പൊ 1 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് നിങ്ങൾ എടുക്കുക. അതിന്റെ അകത്തേക്ക് ഒരു 3 സ്പൂൺ അരിപ്പൊടി ഇടുക. ഈ 3 സ്പൂൺ അരിപ്പൊടിയുടെ കൂടെ നിങ്ങൾ ഒരു 2 സ്പൂൺ ഇരട്ടി മധുരം ഇടുക. ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ലിക്വറൈസ് എന്ന് പറയും. നിങ്ങൾക്ക് ഇരട്ടി മധുരം നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ മേടിക്കുന്ന ബ്രാൻഡിന്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെയധികം നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ലിക്വറൈസ് എന്ന് പറയുന്നത്. ഈ നിയാസിനമൈഡിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്. നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല നിങ്ങൾ ഡെഡ് സ്കിൻസിനെ കളയാനും വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ലിക്വറൈസ് അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ അകത്ത് ഒരുപാടധികം രീതിയിൽ ഗ്ലാബ്രിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ഗ്ലാബ്രിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നമുക്ക് സ്കിന്നിലുള്ള തൈറോസിനേസിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ മെലാനിൻ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഈ മഞ്ഞൾപ്പൊടിയും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിന്റെ അകത്ത് ഒരുപാടധികം കുക്കുമിനുണ്ട്. മാത്രമല്ല ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ് മഞ്ഞൾപ്പൊടിയുടെ അകത്തുണ്ട്. ഇത് 3 കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അലോവേര ജെല്ലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിലോ മിക്സ് ചെയ്യുക. അപ്പൊ റോസ് വാട്ടർ, അലോവേര ജെല്ല് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രം മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലും റോസ് വാട്ടറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു 8 ആഴ്ച ഇത് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ഇത് എടുക്കുക, നിങ്ങൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക, നിങ്ങൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 15 മിനിറ്റ് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ 15 മിനിറ്റ് ഇതൊന്ന് വെച്ച് സെറ്റ് ആയതിനു ശേഷം നിങ്ങളിത് നല്ല രീതിയിലുള്ള വെള്ളം യൂസ് ചെയ്ത് നിങ്ങൾ ഇതിനെ കഴുകിക്കളയാം. നിങ്ങൾ സാധാരണ ടാപ്പ് വാട്ടർ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 8 ആഴ്ച ചെയ്യുക. 8 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ വളരെയധികം രീതിയിലുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഒരു 3 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഡെഫിനറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ റിസൾട്ട്സ് കണ്ട ഉടനെ തന്നെ ഇവിടുത്തെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തതായിട്ടുള്ള മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പാക്ക് തന്നെയാണ്. ആക്ച്വലി ഈ പാക്ക് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 5 ആഴ്ച നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? ഒന്നാണ് ആലം. ആലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു കല്ല് പോലെ ഇരിക്കുന്ന കാര്യമാണ്. ഒന്നിനെ ഈ കല്ലായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പൗഡർ മേടിക്കാം. ഞാൻ മേടിക്കുന്നത്, ഞാൻ ഇവിടെ ബ്രാൻഡിൻ്റെത് ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ബ്രാൻഡ്. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഈ ആലം മേടിക്കുക. ആലം കല്ലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡറിൽ ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പൗഡർ ആയിട്ട് തന്നെ മേടിക്കുക. ഞാൻ പൗഡർ ആയിട്ടാണ് മേടിക്കാറുള്ളത്. അപ്പൊ ഈ ആലമിന്റെ പൊടി നിങ്ങൾ ഒരു 4 സ്പൂൺ എടുക്കുക. ഇതിന്റെ അകത്തേക്ക് ഒരു 2 സ്പൂൺ മുൾട്ടാനി മിൽട്ടി എടുക്കുക. അപ്പൊ ഈ മുൾട്ടാനി മിൽട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇത് വളരെയധികം രീതിയിലുള്ള ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു സ്പോട്ട് റെഡ്യൂസർ ആണ്. അതായത് നമ്മുടെ മുഖത്തുള്ള കറുത്ത കുത്തുകളും പിഗ്മെന്റേഷനും
മാറാൻ നല്ലൊരു പ്രോഡക്റ്റാണ് ഈ മിൽട്ടാനി മിൽട്ടി എന്ന് പറയുമ്പോൾ. അടുത്ത് നിങ്ങൾ ഈ രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു 3 സ്പൂൺ റോസ് വാട്ടർ കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ഈ 3 സ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ മിക്സ് ചെയ്തത് വളരെയധികം നല്ലൊരു കുഴമ്പ് രൂപത്തിലായില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആഴ്ച ഒരു ദിവസം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഇങ്ങനെ ഒരു 4 to 8 ആഴ്ച വരെ നിങ്ങൾ യൂസ് ചെയ്യാം. മാത്രമല്ല വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും റബ്ബ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് പോകരുത്. ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ലീവ് ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള എക്സ്ഫോളിയേറ്ററുമാണ്. മാത്രമല്ല വളരെയധികം രീതിയിൽ നിങ്ങളുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെന്റേഷനും മെലാസ്മയും ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സും എല്ലാം റിമൂവ് ചെയ്യാനായിട്ടും നിങ്ങളുടെ സ്കിന്ന് നല്ലതായിട്ട് റിജുവിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഏജിങ് ആയിട്ടുള്ള റെമഡിയാണ് ഞാൻ ഈ പറഞ്ഞ മുൾട്ടാനി മിട്ടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ ആലത്തിന്റെയും കൂടി ഒരു മിക്സ്ചർ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരാഴ്ചയിലെ ഒരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും ജങ്ക് ഫുഡ് നിങ്ങൾ ഫുള്ളായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ പഞ്ചസാരയും ജങ്ക് ഫുഡ് നിങ്ങൾ കഴിക്കാതിരിക്കുക. മാത്രമല്ല എല്ലാ ദിവസവും പുറത്ത് പോകുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ എന്ത് ഫേസ് പാക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മെലാസ്മയും ആക്നെ മാർക്സ് ഒക്കെ ആയിട്ട് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാടധികം ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഉള്ള ഒരാളായിരുന്നു. ഞാനിത് മാറ്റിയതും എന്റെ പേഷ്യൻസിനെ മാറ്റിയതും എല്ലാം ഈ ഒരു രീതി കൂടിയാണ്. നിങ്ങൾക്ക് ഇത് വളരെയധികം രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഒരുപാടധികം രൂപ നിങ്ങളുടെ കെമിക്കൽ പീൽസിനും PRPക്കും മൈക്രോ നീഡിലിങ്ങിനും ഡെർമറ്റോളജിസ്റ്റും ഒരുപാടധികം പ്രോഡക്ട്സിനും ചെലവാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ 4 സ്റ്റെപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. വളരെയധികം രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് P. Nair signing off. Bye bye.